നമുക്കൊക്കെ ഒരു അവധിയുണ്ട്. നമുക്ക് എത്ര വർഷം വരെ അല്ലെങ്കിൽ എത്ര സമയം വരെയാണ് ഈ ലോകത്ത് ജീവിക്കേണ്ടത് എന്ന് അള്ളാഹു നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. ആ ദിവസം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സെക്കൻഡ് സമയം പോലും അതിനെ നമ്മളെ കാത്തു നിൽക്കില്ല എന്നുള്ളതാണ്. മരണത്തിൻ്റെ ഒരു പ്രത്യേകതയായി പറയാൻ കഴിയുന്നത് തന്നെ അതാണ്. കാരണം നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് പൂർത്തിയാക്കിയ ശേഷം മരണപ്പെടാം എന്ന് ഒരിക്കലും വിചാരിക്കാൻ കഴിയില്ല. ഇപ്പം നമ്മളൊരു യാത്ര പോവുകയാണ്. യാത്ര പോകുമ്പോൾ നമുക്കൊരു ഡെസ്റ്റിനേഷൻ ഉണ്ടാകും, നമുക്ക് ഇന്ന സ്ഥലത്ത് എത്തണമെന്ന്. പക്ഷെ അതിനിടയിലാണ് മരണം സംഭവിക്കേണ്ടത് എങ്കിൽ ഏതായിരുന്നാലും യാത്ര പോകല്ലേ, ആ ഒരു സ്ഥലത്ത് എത്തിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മളെ ആയുസ് ഒരിക്കലും നീട്ടിക്കിട്ടുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ജനിച്ചു ഏതായാലും ജനിച്ചതല്ല, ഇനി കുറച്ച് വർഷങ്ങൾ ജീവിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് അതിൻ്റെ പേരിൽ നമ്മുടെ ആയുസ് നീട്ടിക്കൊള്ളണം എന്നില്ല. ചിലപ്പോൾ ജനിച്ച ഉടനെ ആയിരിക്കും മരിക്കുക, ചിലപ്പോൾ ആ ഒരു ചെറിയ പ്രായത്തിൽ മരണപ്പെടുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ യുവാവായിരിക്കുമ്പോൾ മരണപ്പെടുന്നവരുണ്ട്, അല്ലെങ്കിൽ വാർദ്ധക്യത്തിൽ മരണപ്പെടുന്നവരുണ്ട്. രോഗിയായതുകൊണ്ട് ആ രോഗം ഭേദമാകുന്നത് വരെ ഒരു ആയുസ് കിട്ടട്ടെ എന്ന് വിചാരിക്കാറില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നതിനനുസരിച്ചല്ല മരണം നമ്മളെ പിടികൂടുക. മറിച്ച് നമുക്ക് സമയമായി കഴിഞ്ഞാൽ ഇന്ന അജലല്ലാഹി ഇദാ ജാഅ ലാ യുഅഖറു, അള്ളാഹു നമുക്ക് നിശ്ചയിച്ച ഒരവധിയുണ്ട്. ആ അവധി എത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും അത് നീട്ടി ലഭിക്കില്ല. ആ സമയത്തായിരിക്കും നമ്മുടെ മരണം സംഭവിക്കുക എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്.